ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണി ദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റു പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. PBG സോൾജത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധ സേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ VK സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരിവസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗലി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗലി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് US-ലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67ഓളം പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10ാം ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39ആയി. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ്ണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം, അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്ഗോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500-ലധികം പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാൻ ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യ മാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ.
സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.